നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് ശനി മാറ്റങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മകരക്കൂറിൽ പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉണ്ടാകുന്നത്. ശരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ മകരക്കൂറുകാർക്ക് ഈ ഒരു ശനിമാറ്റം വളരെ ഗുണം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ 7.5 ശനി കഴിയുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കാലഘട്ടങ്ങൾ ശനി 3-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. നിസാര ചികിത്സകൾ, രോഗമുക്തി എല്ലാം മാറിക്കിട്ടുന്നൊരു സമയമായിരിക്കും. മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി വളരെ മെച്ചപ്പെടുന്നൊരു സമയം കൂടിയാണ്. ബിസിനസ് വിപുലീകരിക്കാനാകുന്ന ഒരു സമയം കൂടി. പഠന പുരോഗതി നേടുവാനും സാധിക്കും. വിവാഹം തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനുള്ള യോഗം കൂടി വന്നു ചേർന്നിട്ടുണ്ട്. ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റങ്ങളുണ്ടാവും. പിരിഞ്ഞിരിക്കുന്നതായ ദമ്പതികൾ ഒന്നു ചേരുവാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. കാർഷിക മേഖലകളിൽ അനുകൂലമായ അന്തരീക്ഷം വന്നു ചേരുന്നൊരു സമയമാണ്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാം. പൊതുവെ മകരക്കൂറുകാർക്ക് 3-ലാണ് ശനി നിൽക്കുന്നത് എങ്കിലും അനുകൂലമായൊരു സമയം തന്നെ നമുക്ക് പറയാം. 7.5 ശനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ ശനി 3 സഞ്ചരിക്കുമ്പോൾ തന്നെ വളരെ പ്രയാസത്തിൽ നിന്നും മോക്ഷങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. കുട്ടികളുടെ പഠനത്തിൽ മികവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ നമുക്ക് അനുകൂലമായ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് പറയാം. അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലാ മേഖലകളിലുള്ള ആളുകളൊക്കെ പ്രശസ്തിയും പേരും അവാർഡ് വരെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായി തൊഴിൽപരമായിട്ടും ഉന്നതിയിൽ എത്തിച്ചേർന്ന കാലഘട്ടമാണ്. ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. സർവ്വ ഐശ്വര്യവും ധനസമൃദ്ധിയും നൽകുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യരുടെ ശത്രുത്വം ഇല്ലാതാക്കിയിട്ട് പിണങ്ങി നിൽക്കുന്നവരെല്ലാം ഒന്നു ചേരുന്നൊരു കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. നിങ്ങളുടെ ധൈര്യവും വീര്യവും സഹായവും അതിൻ്റെ ഒരു ഭാവം കൂടിയാണ് 3-ാം ഭാവം. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് കിട്ടും എന്നാണ് പറയാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ പലരും നമ്മളെ സഹായിക്കാനും വിദേശ സ്ഥലങ്ങളിൽ നിന്നും പണം വന്നു ചേരുവാനൊക്കെ അനുകൂലമായൊരു സമയമാണ്. അതേപോലെ തന്നെ വീട് വാങ്ങുവാനും ലോണുകളെല്ലാം കഷ്ടപ്പെട്ട് അടയ്ക്കുവാനും നിങ്ങൾക്കതിലൂടെ സാമ്പത്തികപരമായിട്ട് മുന്നേറുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനങ്ങൾ മേടിക്കുവാനും അനുകൂലമായ സമയമാണ്. സ്ഥലം, പറമ്പ് കാര്യങ്ങളെല്ലാം മേടിക്കാം. കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷി വാങ്ങുവാനുള്ളവർക്ക് കൃഷി വാങ്ങിക്കാം. വാഹനങ്ങൾ, വീട് വയ്ക്കാൻ സ്ഥലം ഉണ്ട് ഭൂമിയുള്ളവർക്ക് വീട് വയ്ക്കുവാനും വളരെ അനുകൂലമായൊരു സമയമാണ്. പൊതുവെ നല്ല സമയമാണ് ഈ ഒരു മകരക്കൂറുകാർക്ക് എന്ന് പറയുന്നു. എങ്കിലും ഈശ്വര സേവ കൊണ്ടും നിങ്ങളുടെ കുലദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും തട്ടകത്തിലെ ദേവീദേവന്മാരുടെ പ്രസാദങ്ങൾ ഉണ്ടാകുവാനും നിങ്ങൾ പ്രത്യേകം ക്ഷേത്രങ്ങളിലൂടെ ദർശനം നടത്തുക. അതിലൂടെ നിങ്ങളുടെ ഈശ്വര സേവ വീണ്ടെടുക്കുക. വീണ്ടും നിങ്ങൾക്കതിലുള്ള ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ബിസിനസ്സിലും സാമ്പത്തികപരമായും ധനപരമായും ദാമ്പത്യപരമായും ഗൃഹപരമായും ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും മാറിക്കിട്ടി നിങ്ങൾക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്നൊരു കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക് എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.